പണ്ട് മുതലേ വിദേശ മലയാളികൾ പ്രിയപ്പെട്ടവർക്കായി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു പതിവ് സമ്മാനം എന്താണെന്നറിയാമോ? സംശയമെന്ത്? നറുമണം നിറഞ്ഞ യാഡ്ലിയുടെ സോപ്പും പൗഡറും പെർഫ്യൂമും ഒക്കെ ഉറപ്പായും അവരുടെ പെട്ടിയിലുണ്ടാകും. അങ്ങനെ കാലങ്ങൾ കൊണ്ട് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സുഗന്ധദ്രവ്യ ബ്രാൻഡായ യാഡ്ലി ലണ്ടൻ 250-ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി യാഡ്ലി എയർ കെയർ വിപണിയിലേക്കും കടക്കുന്നു. വീടിനും കാറിനും വേണ്ടിയുള്ള സുഗന്ധ ഉൽപ്പന്നങ്ങൾക്കായി ഫ്ലോറാലിസ് എന്ന പുതിയൊരു ബ്രാൻഡാണ് യാഡ്ലി കഴിഞ്ഞ ദിവസം കേരള വിപണിയിൽ അവതരിപ്പിച്ചത്. ഇതിലൂടെ പെർഫ്യൂമിൽ പതിറ്റാണ്ടുകളായി നേടിയ സുഗന്ധ വൈദഗ്ധ്യം വീടുകളിലും കാറുകളിലും എത്തിക്കുകയാണ് ലക്ഷ്യം. 17 വർഷം കൊണ്ട് 31 മടങ്ങ് വളർച്ചയാണ് ഇന്ത്യയിൽ കമ്പനി നേടിയത്. 2009-ൽ യാഡ്ലിയെ വിപ്രോ കൺസ്യൂമർ കെയർ ഏറ്റെടുത്ത ശേഷം ബ്രാൻഡിൻ്റെ വളർച്ച വേഗത്തിലായി. ഒരു കാലത്ത് പ്രധാനമായും ടാൽക്കം പൗഡറിനും സോപ്പിനും പേര് കേട്ടിരുന്ന യാഡ്ലി ഇന്ന് 12-ലേറെ വിഭാഗങ്ങളായി 50-ലേറെ ഉൽപ്പന്ന ശ്രേണികളുള്ള സുഗന്ധ ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായി മാറിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. കഴിഞ്ഞ 17 വർഷത്തിനിടെ ബ്രാൻഡ് 31 മടങ്ങ് വളർച്ച നേടിയതായാണ് വിപ്രോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. യാഡ്ലിയുടെ ഇംഗ്ലീഷ് ലാവൻഡർ, ഇംഗ്ലീഷ് റോസ് തുടങ്ങിയ പോപ്പുലർ സുഗന്ധങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ എയർ കെയർ ഉൽപ്പന്നങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ദീർഘനേരം സുഗന്ധം നിലനിർത്താൻ രൂപകൽപ്പന ചെയ്ത എയർ ഫ്രഷ്നർ സ്പ്രേകളും എയർ പോക്കറ്റുകളുമാണ് ആദ്യഘട്ടത്തിൽ വിപണിയിലെത്തുന്നത്. ഭാവിയിൽ കാർ പെർഫ്യൂമുകൾ, ഓട്ടോമാറ്റിക് ഡിസ്പെൻസറുകൾ തുടങ്ങിയവയിലേക്കും ഫ്ലോറാലിസ് വികസിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. പ്രീമിയം സുഗന്ധ ഉൽപ്പന്നങ്ങളോടുള്ള കേരളത്തിൻ്റെ താൽപ്പര്യമാണ് സംസ്ഥാനത്തെ യാഡ്ലിയുടെ പ്രധാന വിപണികളിലൊന്നാക്കി മാറ്റുന്നതെന്ന് കമ്പനി പറയുന്നു. ടാൽക്, ഡിയോഡ്രൻറ്റ്, ഹാൻഡ് വാഷ് വിഭാഗങ്ങളിൽ 1-ാം സ്ഥാനവും സോപ്പിൽ 2-ാം സ്ഥാനവും വിപ്രോ കൺസ്യൂമർ കെയറിനുണ്ടെന്നാണ് യാഡ്ലി ആൻഡ് എൻചാൻഡിയർ ഇന്ത്യ ബിസിനസ് വിഭാഗം മേധാവിയായ മനീഷ് വ്യാസ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഉപഭോക്താക്കൾ ഇന്ന് ഒരു ഉൽപ്പന്നത്തിലൂടെ പുതു അനുഭവങ്ങളാണ് തേടുന്നത്. യാഡ്ലിയുടെ കഥയിൽ ഏറ്റവും രസകരമായത് അതിൻ്റെ പ്രായവും വളർച്ചയുടെ രീതിയുമാണ്. അങ്ങനെ 250 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ബ്രിട്ടീഷ് ബ്രാൻഡ് പുതിയ ഉപഭോക്താക്കളെ ലക്ഷ്യമിടുകയാണ്.